ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ജീവിക്കണമല്ലോ, എന്താണെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. അപ്പൊ ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. വിശ്വാസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിൽ ചിലപ്പോ നമുക്ക് ചതിയിൽ വീഴാം. ഞാൻ ജീവിച്ചിരുന്നാലേ അവരെ എനിക്ക് എവിടെയാണെങ്കിലും കെയർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്റേതായ പാഷൻ ശരിക്കും വേറെയൊക്കെ ആയിരുന്നു. ജീവിക്കാൻ വരുമാനമൊന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ നമ്മളത് ചെയ്തല്ലേ പറ്റും. ഉപ്പുമുളക് സീരിയലിലെ നീലു എന്ന കഥാപാത്രത്തെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അല്ലെ. അത്രയേറെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു കഥാപാത്രം തന്നെയാണ് നിഷ സാരംഗിന്റെ നീലു എന്ന കഥാപാത്രം. അതുപോലെ തന്നെയാണ് ബാലു ആയാലും മുടിയൻ ചേട്ടനായാലും ലച്ചു ആയിരുന്നാൽ പോലും ആ ഒരു കുടുംബത്തിന്റെ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചത് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി ഈ ഒരു ഉപ്പുമുളകും സീരിയലുമായി ബന്ധപ്പെട്ട് കുറേയേറെ കോൺട്രവേഴ്സിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ അടുത്ത് നമ്മുടെ ഏറ്റവും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു ബാലു എന്ന കഥാപാത്രവും അതുപോലെ ശ്രീകുട്ടൻ എന്ന് പറയുന്ന SP ശ്രീകുമാറിനെതിരെയും ലൈംഗിക അതിക്രമ പരാതി ഈ ഒരു ഉപ്പുമുളക് സീരിയലിലെ ഒരു നടി ഉന്നയിച്ചതും. അപ്പം ആ ഒരു നടി ആരാണെന്ന് ഇതുവരെയ്ക്കും പുറത്ത് വന്നില്ല എങ്കിൽ പോലും ഒരുപാട് പേർക്ക് ഒരു സംശയം എന്നുള്ള രീതിയിൽ ഒരു പേര് ഇപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് ഇവരുടെ ഇപ്പോൾ ഈ ഇന്റർവ്യൂ കാണുമ്പോഴും കൺഫേം ആകുന്നത്. ഇവിടെ ഈ ഒരു ഇന്റർവ്യൂവില് ഒരു വിഷുദിനത്തോടനുബന്ധിച്ച് നിഷ സാരംഗ് എടുത്തതാണ്. ഇതില് നീലുവിനെ കൊണ്ട് ആങ്കർ പല രീതിയിലും കാര്യങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നീലു പറയുന്നുമുണ്ട്, എന്നാൽ മുഴുവനായിട്ട് അങ്ങനെ പറയുന്നു എന്നറിയില്ല. എന്തായാലും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കൗമുദി ചാനലിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ മുഴുവൻ കാണണമെങ്കിൽ അവരുടെ ചാനലിൽ പോയി കണ്ടാൽ അത് കാണാവുന്നതാണ്. അതിന്റെ ഒരു കുറച്ച് പോർഷന് ഞാനിവിടെ പ്ലേ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. സ്റ്റേറ്റ്മെന്റ്, ഒരാള് നമ്മളോട് ഒരു കാര്യം ചോദിക്കണോ, നമ്മൾ അതിന് മറുപടി പറയണം. അത് വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാര് അതിന് വേറൊരു ഹെഡിങ് ഇട്ടിട്ട് വേറെ രീതിയിലാണ് അവർക്ക് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭയമാണ്. ഞാൻ നല്ലൊരു മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണം അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഈ അടുത്ത് നമ്മൾ എല്ലാവരും കേട്ടത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നില്ലേ. അപ്പം ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടതിന്റെ കടമയും നിങ്ങൾ തന്നെയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവർക്ക് കിട്ടേണ്ട ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു കണ്ണി പോയിന്റ് വെച്ച് തന്നെ അവർ കണ്ടുപിടിച്ചിരിക്കും. എന്തായാലും അത് ഏകദേശം ശരിയായിരിക്കും. അത് ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് വേറെ ആൾക്ക് ജീവിക്കാൻ വേറൊരു വരുമാന മാർഗ്ഗമാണത്. പിന്നെ അവർ ഹെഡിങ്. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ഒരു 50 വയസ്സ് കഴിയുമ്പോൾ അവർ അവരുടേതായ ഒരു ഹെൽത്ത് ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങും. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് വേറെ അർത്ഥങ്ങളായിരുന്നു. ആ പ്രതിസന്ധികൾ ഉണ്ടായാലും ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ തോറ്റു പോയിട്ടുണ്ടാവും. തുടക്കം തൊട്ടേ തോൽക്കുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് ഭാര്യമാരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോയി അവസാനം വരെ ഇവരുടെ ജീവൻ ദൈവം എടുക്കുന്നിടം വരെ ഇവർ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇവരെ പോരാട്ടം മൊത്തം. അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് അമ്മ എന്ന് പറഞ്ഞ പോലെ മക്കളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഇവർക്ക് വരുന്ന സങ്കടങ്ങളൊക്കെ ഇവർ അങ്ങ് വിഴുങ്ങാണ് ചെയ്യുന്നത്. പോട്ടെ, എന്റെ പ്രശ്നമല്ലേ, പോട്ടെ, എനിക്ക് എന്നാലും എന്റെ മക്കളുടെ കാര്യങ്ങൾ ഞാൻ ജീവിച്ചിരുന്നാലേ അവരെ എനിക്ക് എവിടെയാണെങ്കിലും കെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വേർഡ് ഉപയോഗിച്ചത്. താരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ടായി. അതിലെ 50 വയസ്സ് കഴിഞ്ഞിട്ട് തനിക്ക് സ്വന്തമായിട്ടൊരു ലൈഫ് ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. ഈ ഒരു കാര്യം നിഷ തന്നെയാണ് മുൻപ് ഏതൊരു വീഡിയോയിലൂടെ പറഞ്ഞതും. അതിനെക്കുറിച്ച് തന്നെയാണ് നിഷ ഇപ്പോൾ പറയുന്നത്. ആ ഒരു ലൈഫ്, അതായത് മക്കൾക്ക് വേണ്ടി ഇത്രയും ജീവിച്ചു, ഇനി തനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ജീവിതം, അത് തന്നെയാണ് നിഷ ഇവിടെ മെയിൻലി ഊന്നി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ താൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ഊന്നി പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഒരു കുത്തുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഓരോ പ്രയോഗങ്ങൾ തന്നെയാണ്. എന്തായാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കണ്ടിരുന്ന ഒരു സിറ്റ്കോം കുറെ എന്തൊക്കെയോ ഇപ്പൊ മുടിയൻ മാറി, അതിനുശേഷം ചേച്ചി ഒരു വിഷയവുമായിട്ട് വരുന്നു. അപ്പൊ മലയാളികൾ ഒന്നടങ്കമാണ് അത് ഏറ്റെടുത്തത്. പക്ഷെ വീണ്ടും എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പൊ അത് നമ്മൾ ഇത്രയും കാലം അത്രയും ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതിപ്പോ ഇങ്ങനെ തെന്നി പോകുന്നത് കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ഫാമിലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരമ്പര തന്നെയായിരുന്നു. അതെനിക്ക് തോന്നുന്നത് അതിൻ്റെ എത്ര ഇനി ആ ഒരു എപ്പിസോഡ് വന്നാൽ പോലും അതിനെ മറ്റൊരു സീരിയലിനോ അല്ലെങ്കിൽ മറ്റൊരു പരമ്പരയ്ക്കോ അതിനെ റേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്രയ്ക്കും ജനഹൃദയങ്ങളിൽ ഏറ്റുപിടിച്ച ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു പരമ്പര തന്നെയാണ്. പ്രത്യേകിച്ചും അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അവർ അഭിനയിക്കുന്നതല്ല, അവർ ജീവിച്ച് കാണിക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നത്. ഇപ്പം മുടിയൻ ചേട്ടനായാലും ബാലു ആയാലും നീലു ആയാലും ലച്ചു ആയാലും ശിവാനി ആയാലും പാറുക്കുട്ടി ആയാൽ പോലും നമുക്ക് അവരൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നമ്മൾ കാണുന്നത്. ഇവരുടെയൊക്കെ ഒരു സിറ്റ്കോം എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ആയിട്ട് ചെയ്യുന്ന അവരുടെ ആ ഒരു അഭിനയം തന്നെയാണ് നമുക്ക് ഏറ്റവും, അതൊരു അഭിനയമാണോ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്ന നിത്യ സംഭവങ്ങൾ തന്നെയാണ് അവർ ഓരോ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം തെന്നി മാറിയിരിക്കുകയാണ്. ഒരു കണ്ണീർ കിട്ടിയതുപോലെ ഒരു സംഭവമായി പോയി. ഏത് കാര്യവും നിലനിൽക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. ഉപ്പുമുളകിലും ഇത്രയും സംഭവിക്കും അല്ലെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സ്യൽ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇല്ല.
ജീവിതമല്ലേ, അവർക്കും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു സീരിയലിലെ ആളുകൾ തമ്മിൽ ചിന്ന ഭിന്നമായി എന്ന് തന്നെ വേണേൽ പറയാം. അത് അങ്ങനെ സംഭവിച്ചു. ഇനി നമ്മള് നെക്സ്റ്റ് എന്ന് പറയാൻ നമ്മൾക്ക് എന്താണോ ദൈവം വിധിച്ചിരിക്കുന്നത്, അതിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊന്നിലാണെങ്കിൽ മറ്റൊന്ന്, അല്ലെ, ജീവിച്ചേ പറ്റുള്ളൂ എന്താണെങ്കിലും. ഇനി ആ ഒരു ടീം സംഭവിക്കില്ലേ ഇതുപോലെ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ടോ? അറിയില്ല, അതെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും സംഭവിക്കണമെന്നില്ല, നിർബന്ധമില്ല, ഇല്ലേ. അതെങ്ങനെയാണോ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ. ജീവിക്കണമല്ലോ, എന്താണെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. അത് ശരിയാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്കറിയാവുന്ന ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇനിയിപ്പം ആ ഒരു ടീം ഉണ്ടായാലും ശരി, ഇല്ലെങ്കിൽ ശരി, ഇപ്പം നിഷയ്ക്കുമായാലും ബാലുവിനായാലും SP ശ്രീകുമാറിനായാലും അവർക്ക് വേറൊരു റോൾ കിട്ടുവാണെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കി അവരുടെ ലൈഫാണ് അവർ സെറ്റിൽ ചെയ്യുന്നത്. അതിപ്പം നിഷ മാത്രമല്ല, ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ജീവിക്കണം എന്തായാലും. ഇപ്പൊ ഒരു വിവാദം വരുമ്പോൾ അതിൽ അഭിനയിച്ച സകല സ്ത്രീകളെയും തെരഞ്ഞു പിടിച്ച് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളാണോ അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഒരു ദിവസം വന്നവരുടെ അടുത്ത് പോലും എന്താണത് ആ ഒരു വേറൊരു കണ്ണിലൂടെ സോഷ്യൽ മീഡിയ കാണുന്നു, എന്താണ് ശരിക്കും നടന്നതെന്ന് മനസ്സിലാക്കാതെ അവർ പ്രതികരിക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ അടുത്ത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. അവർക്കും ജീവിക്കണമല്ലോ, അവരുടെ ജോലിയാണല്ലോ അത്. പുതിയ പുതിയ വിഷയങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പോൾ അവർക്ക് വ്യൂവേഴ്സ് ഉണ്ടായാലും മാത്രമേ അവരുടെ വീട്ടിൽ അന്നം മേടിക്കാൻ ഇല്ലേ പറ്റുള്ളൂ. അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ആരും കണ്ണീര് പിടിപ്പിക്കാണ്ട് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി മറ്റൊരാളെ കണ്ണീര് പിടിപ്പിക്കാണ്ട് നോക്കുക, അത്രേ ഉള്ളൂ. ഇവരെയൊക്കെ വിറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. ശരിക്കും ഇവർ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ? കോൺട്രവേഴ്സി കാര്യങ്ങൾ ഉണ്ടായതും പോരാഞ്ഞിട്ട് അത് ആരാണെന്ന് വ്യക്തമായിട്ട് തന്നെ ഓരോരുത്തരുടെ മുന്നിൽ അത് തെളിഞ്ഞതാണ്. പക്ഷെ ഇവിടെ നിഷ പറയുന്ന പല കാര്യങ്ങൾ വിഴുങ്ങുന്നുണ്ട്, ഒന്നും എടുത്ത് പുറത്ത് പറയുന്നില്ല. അത് നമ്മുടെ ആങ്കർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഇവരെ കൊണ്ട് അതൊന്ന് പുറത്ത് പറയിക്കാൻ. പക്ഷേ നിഷ അങ്ങനെ വഴുതി വീഴുന്ന മട്ടല്ല. ഇപ്പം എല്ലാം കൂടെ തലയിൽ ഇത്രയും കഥകൾ ഉണ്ടാക്കുന്നു എന്നാണ് നിഷ പറയുന്നത്. അവരുടെ തലയിലാണ് കൊണ്ട് ഇതെല്ലാം വെച്ചത്. അപ്പം ഈ ഒരു ലൈംഗിക അതിക്രമം പരാതി കൊടുത്തതും അല്ലെങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സ്യൽ കാര്യങ്ങൾ ഉണ്ടായതെല്ലാം മറ്റുള്ളവർ കാരണമാണെന്നാണ് ഇപ്പൊ നിഷ പറയുന്നത്. എന്തായാലും നിഷയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും ഇല്ല കേട്ടോ. എന്നിരുന്നാലും ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എങ്കിൽ ഗൗരി ഉണ്ണിമായ പറഞ്ഞതുപോലെ തന്നെ അത് താനല്ല എന്ന് എന്തുകൊണ്ട് ഇവരിത് പറയുന്നില്ല? ഗൗരി ഓൺ ദ സ്പോട്ടിൽ തന്നെ ലൈവിൽ റെസ്പോണ്ട് ചെയ്തതാണ് അത് താനല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവരും അല്ലെങ്കിൽ ഇവർക്കും എന്തുകൊണ്ട് അത്തരത്തിലൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പാടില്ലേ? ഇപ്പൊ ഈ ഇന്റർവ്യൂവിലൂടെ തന്നെ പറയാമായിരുന്നല്ലോ. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടതാണ് ബാലുവിന്റെ തുറന്നു പറച്ചിൽ, അതുപോലെ തന്നെ SP ശ്രീകുമാറിന്റെ വൈഫായ സ്നേഹ വന്ന് പറഞ്ഞ കാര്യങ്ങളും അവരെല്ലാം തങ്ങൾ തെറ്റുകാരല്ല എന്നുള്ളത് തുറന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇപ്പൊ ജനങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു ഇന്റർവ്യൂവിലൂടെ തന്നെ മാറ്റാമായിരുന്നില്ലേ? അപ്പം എന്തുകൊണ്ട് നിഷ ഇവിടെ എടുത്ത് പറയുന്നില്ല അത് താനല്ല എന്നുള്ളത്? എല്ലാവർക്കും അതിന്റെ സത്യം എന്താന്നുള്ളത് എന്തായാലും സത്യം കാലം തെളിയിക്കും. അപ്പൊ അതുവരെ മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. അപ്പൊ അതുവരെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഇപ്പോഴാണ് നിഷ പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ബാധ്യതയും അവർ തന്നെയാണ്. ഇവര് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിഷയിൽ എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. അപ്പം ഇപ്പോഴും തുറന്നു പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സത്യം കാലം തെളിയിക്കട്ടെ എന്ന് കാത്തിരിക്കുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് അവരുടെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കഥകൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കഥ ഇവിടെ? വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, പല പല അനുഭവങ്ങളിലൂടെ കടന്നു. ഇപ്പോഴും അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. അപ്പൊ ഇളയ മോള് എനിക്ക് തോന്നുന്നു ഇതിലോട്ട് വരുന്നു എന്ന് തോന്നുന്നു, അല്ലെ? അഭിനയിച്ചു എന്ന് തോന്നുന്നു. എന്ത് ഉപദേശമാണ് അവിടുത്തെ? അങ്ങനെയല്ല, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളൊരു തൊഴിലാളി തന്നെയാണ്. അപ്പൊ അതിലുള്ള എല്ലാവരും ഒരേപോലെ കാണും. ആരെയും കാറ്റഗറി അനുസരിച്ച് കാണാതെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ കണ്ട് സ്നേഹിക്കാൻ പഠിക്കുക, എളിമയോടെ നിൽക്കുക, അത്രേ ഉള്ളൂ. സ്വന്തം അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവം വെച്ച് നിഷ ഇവിടെ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്, അല്ലേ? മകള് അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ മകളോട് കൊടുത്ത ഉപദേശങ്ങളാണ് ഇവിടെ നിഷ പറഞ്ഞിരിക്കുന്നത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടോ ഇതിനകത്ത്? അത് നമ്മളിപ്പോ എല്ലാവരും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലായിടും ഉണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ. നമ്മളിപ്പോ ലോകത്ത് യാത്രയിൽ പോലും നമുക്ക് കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞൊരു യാത്രയാണ്. ആ ലൈഫിൽ ആ യാത്രക്കിടയിൽ പല തലത്തിലുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് ഇരുന്നാൽ പോലും ചിലപ്പോൾ ചതിയിൽ വീഴാം. നമ്മൾ വിശ്വസിക്കും, വിശ്വാസം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ആ വിശ്വാസത്തിൽ ചിലപ്പോൾ ചതിയിൽ വീഴാം. അത് നമ്മളെ തെറ്റാണ്, അല്ലെ? വീഴാതെ നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ശരിക്കും ആ ഒരു ആങ്കർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ, നീലുവിന്റെ വായിൽ നിന്ന് പുറത്ത് വരട്ടെ. പക്ഷെ എന്തെങ്കിലും അബദ്ധവശാൽ പുറത്ത് പറഞ്ഞു പോകുമോ എന്ന് ഒരു ഭയം നീലുവിനുണ്ട്, നിഷയ്ക്കുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ പറച്ചിൽ തന്നെ ഫീൽ ചെയ്തു. പെട്ടെന്നാണ് ആങ്കർ പറയുന്നത് ചേച്ചി എന്തൊക്കെ വിഴുങ്ങാൻ ശ്രമിക്കുന്നെന്ന്. നീ അബദ്ധവശാലെങ്ങാനും പേര് പുറത്ത് വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. എന്തായാലും നിഷ അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ബാലുവും നീലുവും അല്ലെങ്കിൽ പാറക്കുട്ടിയും അമ്മയും നമുക്കൊരിക്കലും കഥാപാത്രങ്ങളല്ല. നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥാപാത്രങ്ങളല്ല, ശരിക്കും അല്ലെ? ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഉണ്ടായിരുന്നു. അതെ. അത് നല്ലതാണോ? അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ?
അങ്ങനെയല്ല, ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ കഥാപാത്രം അതവിടെ കളഞ്ഞു, നെക്സ്റ്റ് കഥാപാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രം, വീട്ടിലേക്ക് വരുമ്പോൾ നമ്മള്. അങ്ങനെയാണ് നല്ലത്. അതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനിയും പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരാനിരിക്കുന്നുണ്ടോ? പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? കുറച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, പറഞ്ഞൊക്കെ നിൽക്കണം. അടുത്ത മാസമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇത്രയും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസും ഇങ്ങനെ വന്നപ്പോഴത്തേനും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആങ്കർ വിടാൻ ഭാവിച്ചിട്ടില്ല. പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് തന്നെ ഇത്തരത്തിൽ നടന്ന ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഫാമിലി ഒന്നും എനിക്ക് എന്ത് സപ്പോർട്ട് പറയാം, വീട്ടിൽ എന്റെ ഞാനല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടിൽ എന്താ പ്രശ്നം? വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പൊ കുറെ കാലം കൊണ്ട് ഇങ്ങനെ നടക്കല്ലായിരുന്നോ, അപ്പൊ എന്റേതായ ഹെൽത്ത് ഇഷ്യൂസ് കുറച്ചുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് റെസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇത്രയും ദിവസം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശാരീരികമായിട്ട്, പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റി. പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു വർക്ക് ആണെങ്കിലും ആ വർക്കിലും ഒരു റിട്ടയർമെന്റ് നമ്മൾ അല്ലെ, അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ചേച്ചി അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? പിന്നീട് ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലെ 50 വയസ്സിന് ശേഷം ഞാൻ എന്നെ ശ്രദ്ധിച്ചു, അപ്പൊ ചേച്ചി എന്ത് ചെയ്യുമായിരിക്കും? സിനിമ അല്ലെങ്കിൽ സീരിയൽ ഒന്നും അല്ല? അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞുള്ള കാര്യമാണ്, എന്ത് ജോലിയാണെങ്കിലും ചെയ്ത് ജീവിക്കാൻ ഒരു ജോലി വേണം, അതേ ഉള്ളൂ. അതിപ്പോ എന്ത് ജോലിയാണെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. എന്താണ് ജോലി നമ്മുടെ മുന്നിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അത് അങ്ങനെയാണ്. നമ്മുടെ മുന്നിലെ ജോലി അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കൊരു ജീവിക്കണമെങ്കിൽ അത് ഇപ്പം നിശ്ചയ്ക്ക് മാത്രമല്ല, ഓരോ വ്യക്തിക്കും, ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യന് പോലും ഒരു ജോലി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ബിജു സുബാനു കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ തന്റെ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്റെ കരിയറിന് യാതൊരു രീതിയിലുള്ള കോട്ടങ്ങൾ സംഭവിച്ചിട്ടില്ല, മറിച്ച് തന്നെ വിശ്വസിക്കുന്നവരെല്ലാവരും ഇപ്പോഴും കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് ബിജു സുബാനുവും പറഞ്ഞത്. അതുപോലെ തന്നെ ശ്രീകുമാറിന്റെ വൈഫായ ശ്രീകുമാർ രംഗത്ത് വന്നില്ല എങ്കിൽ പോലും സ്നേഹ ഇക്കാലം തന്റെ ഭർത്താവിനെ തനിക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. അതുപോലെ തന്നെ തെറ്റ് തങ്ങളുടെ ഭാഗത്തല്ല എന്നും സ്നേഹയും കഴിഞ്ഞ അവരുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നിഷയ്ക്കും അവിടെ ഒരു ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. നിഷയ്ക്കും അടുത്ത് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ബാധിച്ചോ എന്നൊക്കെ ആങ്കർ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ വളരെ തന്ത്രപരമായിട്ട് തന്നെ അതിനെ മാറ്റി മറ്റൊരു ലെവലിലേക്ക് നമ്മുടെ നിഷ എത്തിക്കുന്നുമുണ്ട്. വളരെ മെച്ചുവേർഡ് ആയിട്ട് സംസാരിക്കുന്ന, ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മളെല്ലാവരും അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക്, ഇപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഉപദേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ വിശ്വസിക്കുന്നത് പോലെ നമുക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും, ഇല്ലേ? ഇപ്പൊ വീട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും നമുക്ക് മാത്രമേ നമ്മളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ, വേറെ ആൾക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ വാക്ക് എപ്പോഴും ഓർത്തിരിക്കും. സ്വന്തം ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് പോലെ ഒരു ഫീലിംഗ് അല്ലെ, ആരെയോ കുത്തി പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ വിശ്വാസം കളയാതെ നോക്കാം. നമ്മളോട് നമുക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസമാണ് സത്യം, വേറെ ഒന്നും സത്യമാവില്ല, അല്ലേ? ശരി, താങ്ക് യു. അല്ല, അതല്ലേ സത്യം. നമുക്കിപ്പോ കുട്ടിക്ക് കുട്ടിയെ വിശ്വാസമാണ്, അതിനപ്പുറം കുട്ടിക്ക് ആരെങ്കിലും പൂർണ്ണ വിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞാലില്ല. അതാണ്. അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരാളോട് പറയാൻ പറ്റുന്നത് ഇത്രേ ഉള്ളൂ. അതെ, വെറുതെ. അപ്പൊ ഇതാണ് നമ്മുടെ നീലു കൊടുത്ത ഇന്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങൾ. ഇതിന്റെ മുഴുവൻ വീഡിയോയും കൗമുദി ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അവരതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമുക്കതിലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കട്ട് ചെയ്തതിൽ ആഡ് ചെയ്തത്. കാരണം ഈ ഒരു പ്രശ്നം നമുക്കറിയാലോ, ഉപ്പും മുളകും എന്ന സീരിയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സികൾ മുന്നേ ഉണ്ടായിരുന്നു. നീലുവിന്റെ കേസിലായാലും ഡയറക്ടറുമായി ബന്ധപ്പെട്ട് കുറെ കോൺട്രവേഴ്സികൾ പണ്ടുണ്ടായിരുന്നു. അത് മാറിയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക്, അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നീലുവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സീസ് തന്നെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇടയ്ക്ക് മുടിയൻ ചേട്ടൻ, അതായത് നമ്മളെ ഋഷി ഇതിൽ നിന്ന് പിണങ്ങി പോവുകയും അത് എന്തോ ഫ്ലവേഴ്സ് ചാനലുമായിട്ട് എന്തൊക്കെ ഇഷ്യൂ ആയിരുന്നു, അതിനെക്കുറിച്ചും വ്യക്തതയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമ്മുടെ ബാലു എന്ന കഥാപാത്രം ചെയ്യുന്ന ബിജു സോബാനും SP ശ്രീകുമാരും, അവർക്കൊക്കെ ഈ ഒരു ലൈംഗിക അതിക്രമ പരാതിയുടെ പേരിൽ തന്നെ ഈ ഒരു സീരിയലിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നത് കൊണ്ട് തന്നെ, അതിന്റെ ഒരു കേസും കോടതിയായിട്ടൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ തൽക്കാലം അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നാണ് ബാലു പറഞ്ഞത്. അത് ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സത്യാവസ്ഥ ജനങ്ങളുടെ മുന്നിൽ വരുമ്പോൾ തന്നെ അവരെ തിരിച്ച് അതേ ഒരു എനർജിയോടുകൂടി തന്നെ തിരിച്ചു വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇതിലെ സത്യാവസ്ഥ എന്ത് തന്നെ ആയാലും, ഇപ്പൊ ബാലു ആണോ ശ്രീകുമാറാണോ തെറ്റുകാരെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. അതല്ല, മറിച്ച് ഇതിനെതിരെ കൊടുത്ത ആ ഒരു നടിയാണ് തെറ്റുകാരിയാണെങ്കിൽ സ്ത്രീ എന്ന പരിഗണന കൊടുക്കാതെ അവർക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെ